Hello guys, welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഓൾറെഡി എപ്പോഴും ചെയ്യുന്നൊരു സംഭവം തന്നെയാണ്. വാട്സപ്പിൽ വരാൻ പോകുന്നതും വന്നതുമായുള്ള കുറച്ച് അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2 ആഴ്ചയൊക്കെ ആയി. കാരണം ഇപ്പോൾ റീലാണ് കൂടുതൽ ആൾക്കാരും കാണുന്നുണ്ട്. റീലാണ് കൂടുതൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇങ്ങനത്തെ കണ്ടൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് നമ്മുടെ ടോപ്പിക്കിനകത്തേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് 1-2 വന്നിട്ടുള്ള അപ്ഡേറ്റ്സുകളുണ്ട്. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വാട്സപ്പിൽ ഏതെങ്കിലും ഗ്രൂപ്പിനകത്തൊക്കെയുള്ള മീഡിയാസൊക്കെ നമ്മൾ ഒന്നിച്ച് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ 30 ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് 30-ന് മുകളിൽ 100 ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞൊരു സംഭവമാണ് ഓഡിയോ സ്റ്റാറ്റസ്. അതിപ്പോൾ ബീറ്റയിലല്ല, എല്ലാത്തിലും ഒഫീഷ്യലായിട്ട് തന്നെ ഫീച്ചർ റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 30 സെക്കൻഡിലെ ഓഡിയോ സ്റ്റാറ്റസ് ഇങ്ങനെ സ്റ്റാറ്റസിനകത്ത് പോയിട്ട് ഇങ്ങനെ ഓഡിയോ ഞെക്കിയിട്ട് നിങ്ങൾക്ക് സ്റ്റാറ്റസ് വെക്കാൻ കഴിയുന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് അപ്കമിങ് ഫീച്ചേഴ്സാണ്. ഇത് ഒരുപാടുണ്ട് പറയുകയാണെങ്കിൽ. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു 1, 2, 3, 16ഓളം ഫീച്ചേഴ്സുകളുണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണ് ഈ വീഡിയോയിൽ കൊള്ളിക്കുക എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഈ ഫീച്ചേഴ്സൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വാട്സപ്പിൽ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ആപ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ഇനി മുതൽ നിങ്ങൾക്ക് വാട്സപ്പിനകത്ത് തന്നെ സ്റ്റിക്കേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഫീച്ചർ വരുമെന്ന് കുറച്ച് മുമ്പേ പറഞ്ഞു തുടങ്ങിയതാണ്. ഓക്കെ, ഇപ്പോഴും പറയുന്നത്. അതുപോലെ നിങ്ങൾക്കിപ്പോൾ ഒരാൾ കോൾ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ കോൾ ചെയ്യുകയാണെങ്കിൽ ഒക്കെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇപ്പം എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരാളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ ന്യൂ ഇയർ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇന്ന സമയത്ത് ഗ്രൂപ്പ് കോൾ ചെയ്യണമെന്ന് വെച്ചിട്ട് അങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഡിസപ്പിയറിംഗ് മെസ്സേജ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജൊക്കെ ഇന്ന ടൈമിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയം ഡിലീറ്റ് ആയി പോകും. പക്ഷേ ഇനി മുതൽ നിങ്ങൾക്ക് ഇന്ന മെസ്സേജസ് മാത്രം കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ മെസ്സേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജ് മാത്രം അവിടെ ഡിസപ്പിയർ ആവത്തില്ല, ഡിലീറ്റ് ആവത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരു ഫോട്ടോ അയക്കുന്ന സമയത്ത് ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ടല്ലോ, ടെക്സ്റ്റും ഫോണ്ടൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗം അതൊരു ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചുകൂടി പുതുക്കിയിട്ടുണ്ട്. കുറച്ച് ഫോൺസും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്തായാലും വേണ്ടിയിരുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ്. അതുപോലെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അൺനോൺ നമ്പറിൽ ഇപ്പോൾ അറിയാതെ ഏതെങ്കിലും നമ്പർ സേവ് ചെയ്യാതെ നമ്പറിൽ നിന്ന് ഒരു കോള് വാട്സപ്പിനകത്ത് വരുന്നതാണെങ്കിൽ നമുക്ക് അത് മ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഒരു ഓഡിയോ അയക്കുകയാണെങ്കിൽ ആ ഒരു ഓഡിയോ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഫോമിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് മലയാളമൊന്നും പറ്റത്തില്ല, ഇംഗ്ലീഷോ അല്ലെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഹിന്ദിയും പറ്റാൻ ചാൻസ് ഉണ്ട്. അതുപോലെ അടുത്ത ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സെറ്റിംഗ്സിനകത്ത് നമ്മൾ സ്റ്റോറേജ് സെക്ഷനകത്ത് പോയി കഴിഞ്ഞാൽ ഫോട്ടോസ് നമുക്ക് ബെസ്റ്റ് ക്വാളിറ്റിയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇനി മുതൽ നിങ്ങൾക്ക് ഫോട്ടോസ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ മുകളിൽ നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി വേണോ അല്ലെങ്കിൽ ഇന്ന ക്വാളിറ്റി വേണോ എന്നൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫോട്ടോസ് ഹൈ ക്വാളിറ്റി സെൻഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിനകത്തും ആ ഒരു ഓപ്ഷൻ ചിലപ്പോൾ വന്നിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് 3 ചാറ്റ്സേ നമുക്ക് പിൻ ചെയ്യാൻ പറ്റുള്ളൂ വാട്സപ്പിനകത്ത്. അത് നിങ്ങൾക്ക് 5 ചാറ്റ് വരെ പിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒരു മെസ്സേജ് ചാറ്റിനകത്തുള്ള കുറച്ച് മെസ്സേജസ് നിങ്ങൾക്ക് പിൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ടെലിഗ്രാമിൽ ഗ്രൂപ്പിനകത്തൊക്കെ ഒരു ഗ്രൂപ്പ് റൂൾസൊക്കെ നമ്മൾ പിൻ ചെയ്തെടുക്കാറുണ്ടല്ലോ ടൈപ്പ് ചെയ്തതിന് ശേഷം. അതുപോലെ ടെലിഗ്രാമിനകത്തുള്ള ആ ഒരു സംഭവം വാട്സപ്പിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് സ്ക്രീൻഷോട്ടോ സ്ക്രീൻ റെക്കോർഡോ എനിക്ക് ചെയ്യാൻ പറ്റില്ല, ബ്ലോക്ക് ആയിട്ടുണ്ട്. കാരണം ഇപ്പോൾ കുറേ സ്കാം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അതുപോലെ നമുക്ക് അറിയാത്ത ഒരാളും ഇപ്പോൾ മെസ്സേജ് അയക്കാണെന്ന് വെച്ചോ, അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനകത്ത് തന്നെ നിങ്ങൾക്ക് അവിടെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഫോട്ടോസ് വീഡിയോസൊക്കെ നമുക്ക് 1x ആയിട്ട് അയക്കാം, 1 ടൈം ആയിട്ട്. അതുപോലെ നിങ്ങൾക്ക് ടെക്സ്റ്റും 1 ടൈം ആയിട്ട് അയക്കാം. അപ്പോൾ നിങ്ങൾ കുറച്ച് മുമ്പേ കേട്ടിട്ടുണ്ടാവും ഈ ഒരു ഫീച്ചർ വരുന്നുണ്ടെന്ന് വരും. ഇപ്പോൾ ഇത്രയും അപ്ഡേറ്റ്സുകളാണുള്ളത്. കുറച്ച് ഫാസ്റ്റായിട്ട് പറഞ്ഞു, കാരണം ഇത്രയും അപ്ഡേറ്റ്സ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇനിയും നിങ്ങൾക്ക് വാട്സപ്പിൽ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ വേണമെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടെലിഗ്രാമിനകത്തുള്ള അതുപോലെ തന്നെ നമ്മൾ ഇപ്പം സ്നാപ്ചാറ്റ് ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെയുള്ള അപ്ഡേറ്റ്സും ട്രിക്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സോർത്ത് വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.